കുതിരക്കച്ചവടത്തിൽ നിരവധി തവണ കുപ്രസിദ്ധി നേടിയ രാഷ്ട്രീയ പാർട്ടി രാജ്യത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എൻ്റെ അഭിപ്രായത്തിൽ BJP ആണ്. കാരണം ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടതാണ്. തെലങ്കാനയിൽ നേരത്തെ ഒരു ഓപ്പറേഷൻ നടത്തി പരാജയപ്പെട്ടു. ആന്ധ്രയിൽ ഓപ്പറേഷൻ നടത്തിയത് നമ്മൾ കണ്ടതാണ്. കർണാടകയിൽ ഓപ്പറേഷൻ നടത്തിയത് കണ്ടതാണ്. ഗോവയിൽ ഓപ്പറേഷൻ നടത്തിയത് കണ്ടതാണ്. അരുണാചൽ പ്രദേശിൽ ഓപ്പറേഷൻ നടത്തിയത് കണ്ടതാണ്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ BJP ആശിച്ചു മോഹിച്ചു കൊണ്ടുവന്ന ഒരു ബില്ലായിരുന്നു വനിതാ സംവരണ ബില്ല്. അതായത് 15 വർഷം 3 ടേമായി ഭരണം BJP കിട്ടുന്നു. 4മതൊരു ടേം അധികാരം BJPക്ക് കിട്ടില്ല എന്ന് ചില കോണിൽ നിന്ന് തന്നെ ചില വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം നടത്തി തങ്ങൾക്ക് അനുകൂലമാക്കി ആ മണ്ഡല പുനർനിർണയം മാറ്റാം എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ധൃതി പിടിച്ച് വനിതാ സംവരണ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും കൊണ്ടുവന്നത്. പക്ഷേ BJPക്ക് 3/2 ഭൂരിപക്ഷം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ NDAക്ക് 3/2 ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ആ ബില്ല് പാസ്സായി. പക്ഷെ അന്ന് മുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം ആ ബില്ല് പാസ്സാക്കാൻ കഴിഞ്ഞില്ല. അന്ന് മുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നരേന്ദ്രമോദിയും അമിത്ഷായും ഒരു ദൃഢപ്രതിജ്ഞ എടുത്തതാണ്. ഞങ്ങൾ അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ ബില്ല് ഞങ്ങൾ പാസ്സാക്കിയിരിക്കും, അല്ലെങ്കിൽ ഈ ബില്ല് പാസ്സാക്കിയിട്ട് മാത്രമേ ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് പോകൂ എന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്തതിന്റെ ഭാഗമായി അവർ കണ്ട ഒരു മാർഗം പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ 20 MP കളമാറ്റി. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ 6 MP കളമാറ്റി. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ 22 DMK MP തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നീട് ഒരു 3/2 ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വേണ്ട അംഗസംഖ്യ 4 മതി. കാരണം 52 അംഗങ്ങളുടെ കുറവാണ് നിലവിൽ NDAക്കുള്ളത്. അതിനുവേണ്ടി സമാജ്വാദി പാർട്ടിയെയും അതോടൊപ്പം തന്നെ മറ്റു ചില പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയിലെ MP ചാക്കിട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് ദേശീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകന്മാർ അടക്കമുള്ളവർ പറയുന്നത്. ഈ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ തങ്ങളുടെ ഇംഗിതം നടക്കാൻ വേണ്ടി BJP നടത്തുന്ന കുതിരക്കച്ചവടം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ, ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തലയുയർത്തി നിൽക്കുന്നത് ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യം ഒരു കാരണമാണ്. ആ ജനാധിപത്യത്തെ വ്യഭിചരിക്കുകയാണ് നരേന്ദ്രമോദി എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ ആ കോൺഗ്രസിനെ കുറ്റം പറയാൻ പറ്റുമോ? അല്ല, സ്വാഭാവികമായും കോൺഗ്രസിന് അതല്ലേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ലല്ലോ. കോൺഗ്രസിലേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ പോകുമ്പോൾ അതൊക്കെ കടന്നു വരവ്, സ്വീകരണം, എന്താണ് പുതിയ ഗാന്ധിസത്തിലേക്കുള്ള പാതയിലേക്കുള്ള പോക്ക് എന്നൊക്കെ പറയുകയും, തിരിച്ച് BJPയിലേക്ക് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പോലെ അടർത്തി മാറ്റൽ, കുതിരക്കച്ചവടം, ഈ പറയുന്ന പോലെ ജനാധിപത്യത്തെ വ്യഭിചരിക്കൽ എന്നൊക്കെ പറയുന്ന ഭാഷയുണ്ട്. ആ ഭാഷ സ്ഥിരമായി പ്രയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതിലപ്പുറത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് BJPയിലേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. കാരണം ദേശീയതയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സുരക്ഷയെയും കെട്ടുറപ്പിനെയും ഒക്കെ ശക്തമായി ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തനായിട്ടുള്ള ഭരണാധികാരി ഇവിടെ ഉണ്ട് എന്ന തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJPയിലേക്ക് ആളുകൾ കൂടുമാറുന്നത് എന്നുള്ള ചരിത്രപരമായിട്ടുള്ള വസ്തുതയോട് മനസ്സിലാക്കണം. അതായത് ഞാൻ ഇപ്പൊ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ദേശീയതയുടെ കാര്യം പറയുമ്പോൾ, രാജ്യസുരക്ഷയുടെ കാര്യം പറയുമ്പോൾ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ പ്രതികളെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. അല്ല, പഹൽഗാം ഭീകരാക്രമണം നടത്തിയ പ്രതികൾ പിടിക്കാൻ കഴിച്ചില്ല എന്നല്ല, പഹൽഗാം ഭീകരാക്രമണം നടത്തിയിട്ടുള്ള പ്രതികളിൽ 2 പേരെ ഏറ്റുമുട്ടലിലൂടെ വധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് ഈ പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാകിസ്ഥാന്റെ അകത്ത് പോയിട്ട് നമുക്ക് അവരുടെ പ്രതികളെ പിടിച്ചു കൊണ്ടുവരുന്നതിൽ ഒരു പരിമിതിയുണ്ട്. അത് ആദ്യം മനസ്സിലാക്കാം. അത് അറിയാത്ത ആളുകളല്ല കോൺഗ്രസ്സുകാരും. പാകിസ്ഥാനിലേക്ക് അവർ കടക്കുന്നത് ഇന്ത്യയുടെ ബോർഡറിലൂടെയാണ്. ഈ ആക്രമണമൊക്കെ നടത്തി അവർ സുപ്രഭാതത്തിൽ ബസ് കയറി പോകുന്നതല്ലോ. അതിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്നറിയോ? അത് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഓരോ ദിവസം, അതായത് 362 ദിവസത്തിൽ 300 ദിവസവും ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് ഇപ്പൊ അത് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വല്ലപ്പോഴും ഒരു പകൽഗ്രാം ആക്രമണമോ അല്ലെങ്കിൽ അതുപോലത്തെ ആക്രമണങ്ങൾ മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. അത് രാജ്യത്തിന്റെ സുരക്ഷ, ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതുകൊണ്ട്, BJP സർക്കാർ വന്നതുകൊണ്ട് സമൂലമായ മാറ്റങ്ങൾ ഭാരതത്തിൽ ഉണ്ടായി, എല്ലാ തലത്തിലും വികസിക്കപ്പെട്ടു. ഇനി ഒന്നും അങ്ങോട്ടില്ല എന്നൊന്നും അല്ല പറയുന്നത്. സമഗ്രമായ മാറ്റത്തിലേക്കുള്ള പോക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് രാജ്യസുരക്ഷയുടെ കാര്യത്തിലായാലും വികസനത്തിന്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ നാഥുലാ ചുരത്തിന്റെ കാര്യത്തിലായാലും എത്ര കാലം കോൺഗ്രസ് ഇവിടെ ഭരിച്ചു? ആ സമയത്തെല്ലാം നാഥുലാ ചുരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ 6 മാസത്തിന്റെ മുകളിൽ മഞ്ഞു മൂടിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് അവിടെ പല ഭീകരവാദികളും അവിടെ വന്ന സമയത്ത് എന്തുണ്ടായിരുന്നില്ല? ഒരു തരത്തിലുള്ള പോംവഴികളും കണ്ടെത്താൻ പറ്റാതിരുന്ന ഒരു ഭരണകൂടമാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ ഭരണകൂടം. അത് ഈ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്തു? ആ ഒരു ചുരവുമായി ബന്ധപ്പെട്ട് വലിയ പഠനങ്ങൾ നടത്തി അവിടെ ഒരു തുരങ്കപാത നിർമ്മിക്കപ്പെട്ടു. ചരിത്രമാണ്. പക്ഷെ ഈ നിതിൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇതിനൊക്കെ എന്താണ് പിന്നെ ഈ പറയുന്ന വികസന പ്രവർത്തനങ്ങളോ, ഈ പറയുന്ന രാജ്യസുരക്ഷയോ, ഈ പറയുന്ന ദേശീയതയോ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ എന്താണ് ഈ രാജ്യത്തിന്റെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ ഈ കുതിരക്കച്ചവടത്തിന് ന്യായീകരണമാണോ എന്നാണ് ഇപ്പൊ ഇതിന് ചോദിച്ചത്.
ഈ കുതിര കച്ചവടം എന്ന വാക്ക് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഒരു രാഷ്ട്രീയ കക്ഷിയിൽ നിന്ന് ജയിച്ചു വന്നാൽ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് കൂടോടെ എടുത്തു മാറുക എന്നൊക്കെ പറയുന്നത് ഒരു ശരിയായ പ്രവണതയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് വ്യക്തിപരമായി ഞാൻ. പക്ഷേ നമ്മുടെ നിയമം അനുശാസിക്കുന്നത്, നമ്മുടെ നിയമം എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഭൂരിഭാഗം ആളുകളും കൂടുമാറിയാൽ അത് തെറ്റല്ല എന്ന് എന്തുകൊണ്ട് ഭരണഘടനയിലെ ആളുകൾ എഴുതി വെച്ചു എന്നൊരു ചോദ്യം അവിടെ ചോദിക്കേണ്ടി വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാ? കാരണം അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് അതിൽ കൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരിൽ ഭൂരിഭാഗത്തിനും അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനും ആ ഒരു അഭിപ്രായം ഉണ്ടായാൽ അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള സാധ്യത, ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന അവർക്ക് കൊടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1 or 2 ആളുകൾ 2 or 3 കോടി രൂപ വാങ്ങി പോകുന്നത് പോലെ അല്ല ഇത് ഭൂരിഭാഗം ആളുകൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത്. അങ്ങനെ പോകാൻ പാടില്ല എങ്കിൽ ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ച സമയത്തും അതുപോലെ തന്നെ BR അംബേദ്കർ മുതൽ ഇങ്ങോട്ട് ഇന്ദിരാഗാന്ധി മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് ഭരണഘടനയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഭരണഘടനാ ഭേദഗതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മതേതരത്വം പോലും പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. ആ സമയത്തൊന്നുപോലും ഈ പറയുന്നത് പോലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ MP-മാർക്ക് അല്ലെങ്കിൽ MLA-മാർക്ക് അല്ലെങ്കിൽ മറ്റു ആളുകൾക്ക് ഒന്നും കൂടുമാറാൻ പറ്റില്ല എന്നൊരു നിയമം എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? അങ്ങനെ കൊണ്ടുവരുന്നപ്പോഴും ഈ പറയുന്ന ഒരു ഒരു കൃത്യമായിട്ടുള്ള ഒരു ലൂപ്പ് ഹോൾ അവിടെ ഇട്ട് കൊടുത്തുകൊണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നാണ് ഭരണഘടന പറയുന്നത്. ഒരു സംശയം കേട്ടോ, അതായത് പശ്ചിമ ബംഗാളിലേക്കൊന്നും വേണ്ട, തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലടക്കം കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളുകളെ പണം കൊടുത്ത് ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി കൂടുമാറ്റുന്നത്, അതായത് താമരയ്ക്കെതിരെ വോട്ട് ചെയ്ത, കൈപ്പത്തിക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹമാണ് BJP. അല്ലെങ്കിൽ ജനങ്ങളെ വെല്ലുവിളിക്കണം, നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ വോട്ട് ജയിപ്പിച്ചാലെ ഞങ്ങൾ പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ അവരെ ദേശീയ ഏജൻസികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഞങ്ങളുടെ വരുതിയിലേക്കും. DK ശിവകുമാറിന് 5000 കോടി വരെ വില പറഞ്ഞ BJP ആണ് കേരളത്തിൽ. ഞാൻ പറഞ്ഞ രാജ്യത്തുള്ളത്, ഞാൻ പറഞ്ഞ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്. 4000 കോടി രൂപ തന്നാൽ എന്റെ ഷൂ ഞാൻ അയച്ചു തരാം അമിത്ഷായ്ക്ക്, അത് ഉപയോഗിച്ച് വാക്കാൻ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. അത്തരത്തിൽ പല ആളുകളെയും കൂറുമാറ്റി, അതായത് വോട്ട് ചെയ്ത ജനങ്ങളെ BJP വെല്ലുവിളിക്കുകയല്ലേ? അല്ല, ഇവിടെ ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ ഏതെങ്കിലുമൊക്കെ നേതാക്കന്മാരെ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റ് തങ്ങളുടെ പക്ഷത്തേക്ക് ചേർക്കാൻ വേണ്ടി പിന്നെ പണം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സ്വാധീനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അത് ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ തെറ്റ് തന്നെയാണ്, അതിലൊരു സംശയവും കാര്യത്തില്ല. പക്ഷെ അത് വെച്ചുകൊണ്ട് മൊത്തത്തിൽ അതിനെ അത് മൊത്തം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇത് മാത്രമാണ് ചെയ്യുന്നത്, ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഈ BJP-യിലേക്ക് പോകുന്ന ആളുകൾ മുഴുവൻ ഇങ്ങനെയാണ് പോകുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തൊക്കെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് കാട്ടിക്കൂട്ടിയ തമ്മാടിത്തങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് ചരിത്ര വസ്തുക്കൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന പലതും ഞാൻ കൃത്യമായി ചരിത്രത്തിലേക്ക് പോകുന്നില്ല, എങ്കിൽ പോലും പല ആളുകളെയും പിടിച്ച് 100 ദിവസം ജയിലിലിട്ടതിന് തുടർച്ചയായി പിന്നീട് പല ആളുകളും ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നതൊക്കെ നമുക്കറിയാം. അതെങ്ങനെയാണ് വന്നതെന്നുള്ളതും അറിയാം. ഈ കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നാഷണൽ ഈ ദേശീയ അന്വേഷണ ഏജൻസികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ എതിരാളികളെ തങ്ങളുടെ ഭാഗത്തേക്ക് നിർത്താനും തങ്ങളുടെ വരുതിയിൽ നിർത്താനും മറ്റു പല കാര്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെയുള്ള പലതരത്തിലുള്ള കളികൾ കളിച്ചതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടുപോയതുമൊക്കെ. ഇനി അതിലും അപ്പുറത്തേക്ക് ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി ചെയ്തു വെച്ച ക്രൂരതകളുടെ പര്യായങ്ങൾ അല്ലെങ്കിൽ ക്രൂരതകളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലേക്കുള്ള ക്രൂരതകൾ അവർ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ ഞാൻ പറഞ്ഞത്, അധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തൊരു ഭരണകൂടമാണ് കോൺഗ്രസിന്റെ ഭരണകൂടം എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധിയെ പോലെ ഒരാൾ അവർ ചെയ്ത തെറ്റിന്റെ പുറത്ത് സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിക്കുമ്പോൾ ആ വിധിയെ മറികടക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഒന്നാകെ റദ്ദ് ചെയ്ത് കളഞ്ഞ ഒരു ഭരണാധികാരിയുള്ള നാടാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഭാരതം എന്ന് പറയുന്നത്. ഇന്നും കോൺഗ്രസ്സുകാർ ആ നരാധമ പ്രവൃത്തിയെ ഇന്നും ന്യായീകരിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ ഇന്ദിരാഗാന്ധിയെ എടുത്ത് മുട്ടോളം മുകളിൽ വെച്ചുകൊണ്ട് പൂവിട്ട് പൂജിക്കുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. ആ കോൺഗ്രസ്സുകാരാണ് ഇന്ന് ഈ പറയുന്ന വലിയ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ പുരോഗമനവാദത്തിനും അവരുടെ ദേശീയ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നത് എന്ന് കേൾക്കുമ്പോൾ രസകരമാണ് എന്തായാലും. പക്ഷേ ഞാൻ ഇപ്പോഴും ഇതിനോട് ഞാൻ പറഞ്ഞത്, എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത്, അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ബുദ്ധിമുട്ടിലാക്കി അത് ചാടിക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. പക്ഷെ അവിടെയും ഞാൻ പറയുന്നത്, ഈ ദേശീയ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഭീഷണിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ മടിയിൽ കനമില്ലാത്തവൻ എവിടെയും ഭയക്കേണ്ടതില്ല എന്ന് പറയുന്നത് പോലെ, മടിയിൽ കനമില്ലാത്ത ആരും അവരെ ഭയപ്പെടില്ല. ഒരു കാര്യം ഒന്നും ചെയ്യാൻ പറ്റില്ല.
കള്ളന്മാർക്ക് മാത്രമാണ് ഭയപ്പെടേണ്ട കാര്യമുള്ളത്. കള്ളന്മാർ BJP ചേർന്ന് അവൾ വിശുദ്ധരാകുമോ? അല്ല, ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി അതാണല്ലോ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സമയത്ത് ഇപ്പൊ കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ, CPM ആവട്ടെ, അവർ ഭരിക്കുന്ന സമയത്ത് അവരോടൊപ്പം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പൊതു തത്വമുണ്ട്. ആ പൊതു തത്വമാണല്ലോ ഇവിടെ നടപ്പാക്കുന്നത്. ഇതിപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തോ, കോൺഗ്രസ് കർണാടക ഭരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ കേരളം ഭരിക്കുന്നുണ്ട്, അതുപോലെ പല സ്റ്റേറ്റുകളും കോൺഗ്രസ് ഭരിക്കുന്നുണ്ട്. ആ ഭരിക്കുന്ന സമയത്തൊക്കെ അവരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ വരുന്ന സമയത്ത്, അവരുടെ ആളുകളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. കർണാടകയിൽ ഇപ്പൊ 2 BJP MLA-മാർ കോൺഗ്രസിലേക്ക് പോയി. എങ്ങനെയാ പോയത്? ആരാ ചാടിച്ചത്? എന്താ പൈസ കൊടുത്തത്? അപ്പൊ അത് ജനാധിപത്യത്തിന്റെ മഹത്തായ വസന്തവും തിരിച്ച് BJP-യിലേക്ക് പോകുന്ന സമയത്ത് അത് BJP-യുടെ എന്താണ് കരാള ഹസ്തങ്ങളുടെ ഈ പറയുന്ന ജനാധിപത്യ ധ്വംസനത്തിന്റെ പിന്നെ ഏറ്റവും വലിയ ഉദാഹരണവുമായി മാറുന്നിടത്താണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഞാനിപ്പോഴും പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കള്ളന്മാരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലെല്ലാം പലതിലും കള്ളത്തരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അത് BJP-യുടെ തലയിൽ മാത്രം കെട്ടിവെച്ച് ബാക്കിയെല്ലാം വിശുദ്ധ പശുക്കളാണ് എന്ന് പറയുന്ന നയത്തോടാണ് എനിക്ക് വിയോജിപ്പ്. ഇന്ത്യയിലെ ഭാരതത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണ്. പക്ഷെ അതിൽ പരമാവധി ഭാരതത്തോട് പിന്നെ എന്താണ് നീതി പുലർത്തിക്കൊണ്ട്, ഭാരതത്തിലെ പിന്നെ ആളുകളോട് നീതി പുലർത്തിക്കൊണ്ട്, ഇവിടുത്തെ രാജ്യസുരക്ഷയോട് നീതി പുലർത്തിക്കൊണ്ട്, ഇവിടുത്തെ വികസനങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട്, ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ വീണ്ടെടുക്കാനുള്ള രീതിയിലേക്ക്, അതുപോലെ തന്നെ ആയിരക്കണക്കിന് വീട്ടമ്മമാർക്ക് അവരുടെ കണ്ണീരൊപ്പാനും അവരുടെ പ്രയാസങ്ങളെ മാറ്റാനുമുള്ള രീതിയിലേക്ക്, കിസാൻ സമ്മാൻ നിധി പോലുള്ള കാര്യങ്ങളിലേക്ക്, ഈ പറയുന്ന ഗ്യാസിന്റെ കാര്യങ്ങളായിക്കോട്ടെ, അത്തരത്തിൽ ഒരുപാട് അടിസ്ഥാനപരമായിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടി ജനിച്ചു വീണാൽ ആ പെൺകുട്ടിയുടെ വിവാഹം വരെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ വലിയ നിക്ഷേപ പദ്ധതികൾ ഇവിടെ പിന്നെ മോദി ഗവൺമെന്റ് കൊണ്ടുവന്നു. അങ്ങനെ അടിത്തട്ടിൽ വലിയ മാറ്റം വരുത്തിയത് കൊണ്ടാണ് ഈ കാലങ്ങളായി പിന്നെന്താണ് ഈ പറയുന്ന ഒരുപാട് വർഷങ്ങളായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഇപ്പോ എവിടെയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതും ഒരു വിഭാഗത്തെ മാത്രം പ്രീണിപ്പിച്ചാണ് മറ്റൊരു വിഭാഗത്തിന്, അതായത് കടിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത മറ്റൊരു വിഭാഗത്തെ എന്താണ് ഒരു ഭൂരിപക്ഷത്തെ ഇങ്ങനെ വളരെ സ്ട്രോങ് ആക്കി മാറ്റി അവര് BJP-ക്ക് പുറകിൽ അണിനിരത്താനുള്ള ഏറ്റവും വലിയ പിന്നെ മോട്ടിവേഷനായി മാറിയത് ഈ കോൺഗ്രസിന്റെ ചില നയങ്ങളാണ് എന്ന് പറയാതിരിക്കാനും വയ്യ. ഇപ്പോ പക്ഷെ കോൺഗ്രസിന്റെ മുൻകാല ചെയ്തികളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോ BJP മാത്രമാണ് തെറ്റ് ചെയ്യുന്നത്, BJP മാത്രമാണ് ഇത് ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ബംഗാളിലെയും അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഭൂരിഭാഗം MP-മാരും MLA-മാരും കൂടോടെ BJP-യിലേക്ക് മാറുന്നതിന് പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ദേശീയത എന്ന് പറയുന്ന കാര്യമാണ്. BJP ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം വളരെ പക്വതയുള്ള രാഷ്ട്രീയമാണ്, അത് നല്ല രാഷ്ട്രീയമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടുള്ള കൂടുമാറ്റമാണ്. അതല്ലാതെ പൈസയ്ക്ക് വേണ്ടിയിട്ടും പണത്തിന് വേണ്ടിയിട്ടും ഈ പറയുന്ന കേസുകൾ കാണിച്ചുകൊണ്ടും കൂടുമാറ്റുന്ന അപൂർവ ആളുകളുമുണ്ട്. അത്തരക്കാരും എന്താണ് ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ കഴിവില്ലാത്ത, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള യോഗ്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, ഈ പറയുന്ന നിലപാടുകളുടെ പുറത്ത് BJP-യിലേക്ക് മാറുന്ന ആളുകൾ കൂടെയുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AB വാജ്പേയി പണ്ട് ലോക്സഭയിൽ നിന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് ഈ ലോക്സഭയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഞാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് തന്നെ പരിഹസിക്കാം, കല്ലെറിയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നാളെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഭരിക്കാൻ, ഇവിടെ സ്വന്തമായി ഭൂരിപക്ഷത്തിൽ പിന്നെ എന്താണ് കുതിപ്പോടെ വന്ന് ഭരിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി പിന്നെ എന്താണ് സൃഷ്ടിക്കും. അന്നൊരു പക്ഷെ ഞാൻ ഉണ്ടായി എന്ന് വരില്ല, പക്ഷെ അന്ന് ഈ ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രസ്ഥാനത്തിന്റെ പുറകിൽ ഉണ്ടാകുമെന്ന് അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്നെ എന്താണ് ഭൂരിപക്ഷങ്ങൾ അടങ്ങിയ ഒരു സാഹചര്യത്തിൽ അന്ന് BJP ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞൊരു ചരിത്രമുണ്ട് AB വാജ്പേയിക്ക്. ആ ചരിത്രം ഇന്ന് നടപ്പിലാക്കപ്പെടുകയാണ്. ചരിത്രത്തോട് കാര്യങ്ങൾ പറയുകയാണ്. കാലം അതിന്റെ കാവ്യനീതി നടപ്പിലാക്കുകയാണ് എന്ന് മാത്രമേ എനിക്കിപ്പോ പറയാനുള്ളൂ.